ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇൻബോക്സ് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമ്മളുടെ പ്രമുഖ യൂട്യൂബർ ചാനൽസിലൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങിച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ കിച്ചൺ ടവലാണ്. അപ്പോൾ ബീക്കോൻ്റെ ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും കുറേ. ഇപ്പോൾ ഏത് യൂട്യൂബ് ചാനലിൽ തുറന്നാലും ഈ ഒരു പരസ്യമാണ് കേട്ടോ അധികം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 270 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അടുക്കളയിൽ യൂസ് ചെയ്യുന്നത് പിന്നെ കിച്ചൺ ടവൽസ് ആണല്ലോ, അതായത് നമ്മുടെ തുണിയുടെ ടവൽസ്, അല്ലെങ്കിൽ കുട്ടികളുടെ പഴകിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മിക്കവരും അടുക്കളയിൽ ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതങ്ങനെ കണ്ടപ്പോൾ ഒന്നൊരു ഇതിന് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊരു ടിഷ്യൂ പേപ്പർ പോലെയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ തുണി കൊണ്ട് ക്ലീൻ ചെയ്താലും എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതുകൊണ്ടും നമുക്ക് ക്ലീൻ ചെയ്താൽ ആവും. പിന്നെ ഇത് നമ്മൾ കഴുകി യൂസ് ചെയ്യണം. അപ്പോൾ പരസ്യത്തിലൊക്കെ പറയുന്നത് ആ ഒരു കിച്ചൺ ടവലിൻ്റെ ആ ഒരു മണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ തുണിയായാലും അത് കഴുകി യൂസ് ചെയ്യാറാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ അപ്പം അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉച്ചയോടുകൂടിയൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കിച്ചൺ ടവലിൽ സോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉരച്ച് കഴുകി വൃത്തിയാക്കും. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ചെയ്യണം. സോപ്പിട്ട് കഴുകേണ്ട കാര്യമില്ല, പക്ഷേ കഴുകാണ്ട് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചിലരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ വെറുതെ പൈപ്പിലിട്ട് വെറുതെ കാണിച്ച് കഴുകിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചായയുടെ ആയാലും, ഇതിപ്പോൾ എൻ്റെ മോൻ ചായ കളഞ്ഞു. അപ്പോൾ അത് ഞാൻ വെറുതെ ഇതുകൊണ്ടൊന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് തുടയ്ക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ തുടച്ചതാണ്. ഇതേപോലെ നനച്ചിട്ട് നമ്മളിപ്പോൾ തുണി കൊണ്ട് എങ്ങനെയാണോ ചെയ്യണത് അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് നമ്മൾ അതിലൊന്നും പോയി വീഴാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. എത്രയൊക്കെ ആയാലും നമ്മൾ ആ ഒരു തുണി കൊണ്ട് നനച്ചിട്ട് നമ്മൾ ചെയ്യണ ആ ഒരു ഇതൊന്നും എനിക്ക് ഇതുകൊണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് വാങ്ങണില്ല കേട്ടോ. ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുമ്പോഴല്ലോ നമുക്ക് അതിനെ പറ്റിയിട്ട് ഇതാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് തുടച്ച് ഇതേപോലെ കഴുകുമ്പോൾ അതിൻ്റെ ആ കറയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അതിപ്പോൾ നമ്മൾ തുണി കൊണ്ടിട്ടായാലും ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ കൊണ്ടേ കഴുകുമ്പോൾ അത് മാറിക്കിട്ടുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും. പിന്നെ ഒരെണ്ണം നമുക്കൊരു 3-4 പ്രാവശ്യം, അതിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ തോന്നിയത്. ഇനി നിങ്ങളൊക്കെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ വലിയ പരസ്യങ്ങളിലൊന്നും നമ്മൾ ചെന്ന് ചാടരുത്. എനിക്കിതൊരു അത്ര അവർ പറയുന്ന അത്ര നല്ലതായിട്ട് തോന്നിയില്ല. നമ്മൾ കിച്ചൺ ടവൽ സാധാ തുണി കൊണ്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്, അല്ലാണ്ട് വല്ലാണ്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.